അടിയന്തര ചികിത്സയ്ക്കായി എത്തിയ രോഗിയോട് ആഘോഷം കഴിഞ്ഞേ നോക്കാൻ കഴിയൂവെന്ന് ആശുപത്രിയിൽ നിന്നും പറഞ്ഞതായി പരാതി. തലകറക്കവുമായി എസ്.എൻ. പുരം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എത്തിയ രോഗിയെ അവിടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടക്കുകയാണെന്നും 1.5 മണിക്കൂർ കഴിഞ്ഞ് പരിശോധിക്കാൻ കഴിയൂ എന്നും പറഞ്ഞ് OP ടിക്കറ്റ് നൽകി. കുറേ സമയം കാത്തിരുന്ന ശേഷം OP ടിക്കറ്റ് തിരികെ നൽകി മറ്റൊരു ആശുപത്രിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ OPയിലിരുന്ന സ്റ്റാഫ് രോഗിയുടെ കൂടെ വന്ന ആളിനോട് പറഞ്ഞതിങ്ങനെ: നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ, പക്ഷേ OP ടിക്കറ്റിൻ്റെ 5 രൂപ അടച്ചിട്ട് പോയാൽ മതി. എങ്ങനെയിരിക്കുന്നു? അടിയന്തര ചികിത്സ നൽകേണ്ട അവസ്ഥയിലുള്ള രോഗിയേക്കാൾ പ്രാധാന്യം ക്രിസ്തുമസ് ആഘോഷത്തിനു. പിന്നീട് അവിടെ കാത്തിരിക്കുകയായിരുന്ന മറ്റൊരു രോഗി അകത്തുപോയി ഒരു ലേഡി ഡോക്ടറെ കണ്ട് കാര്യം ധരിപ്പിച്ചപ്പോഴാണ് ആ ഡോക്ടർ വന്ന് രോഗിയെ പരിശോധിച്ച് മരുന്ന് കൊടുത്തത്. നിരവധി പരാതികളാണ് എസ്.എൻ. പുരം പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെ കുറിച്ച് ഈ അടുത്ത ദിവസങ്ങളായി കേൾക്കുന്നത്. സാധാരണക്കാർക്ക് ഒരസുഖം വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ഇതേപോലെയുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലേക്കാണ്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം അവർക്ക് ആശ്വാസമേകുന്നതിന് പകരം അവരെ ദ്രോഹിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ നിർത്തലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും സത്വര നടപടികളുണ്ടാകണം. മോളെന്നെ വിളിച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് സുഖമില്ല, തലകറങ്ങുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഇവിടെ അടുത്ത് ഹെൽത്ത് സെൻ്ററിൽ പിന്നെ പൊതുരശ്രം മറ്റേ എസ്.എൻ. പുരം കൊണ്ടുവന്നത്. അവിടെ എന്തോ ഒരാഘോഷ പരിപാടി നടക്കുമായിരുന്നു. അവിടെ പിന്നെ മോള് കൊണ്ട് ചെന്ന് OP ടിക്കറ്റ് എടുക്കാൻ നേരം പറഞ്ഞ് കുറച്ച് താമസിക്കും. എത്ര നേരം താമസിക്കുമെന്ന് ചോദിച്ചപ്പോൾ 1.5 മണിക്കൂറാവും. എന്തോ അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുക, 1.5 മണിക്കൂറാവുമെന്ന് പറഞ്ഞു. അന്നേരം മോള് വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ നമ്മൾ ഇരിക്കാമെന്ന് പോകാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് പിന്നെ എനിക്ക് ബുക്ക് മേടിച്ചുകൊണ്ട് മോള് പോവാം, നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാം. അന്നേരം ബുക്ക് മേടിക്കാൻ നമ്മളത്തെ അവർ OP ടിക്കറ്റ് അടിച്ചു. അടിച്ചു പറഞ്ഞ് അന്നേരം നിങ്ങൾ പോകുന്നേ പൊക്കോ, OP ടിക്കറ്റിൻ്റെ 5 രൂപ കൊടുത്തിട്ട് പോകും. അങ്ങനെ അതാണ് മെയിൻ പരാതി. ഇതും പിന്നെ സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു ബോർഡ് വെക്കണ്ടേ അവിടെ, ഇത്ര 1.5 മണിക്കൂർ കാണത്തില്ല, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ കാണത്തില്ല എന്നുള്ളൊരു ഇത് അറിയിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കയറത്തില്ല വണ്ടിയിൽ തന്നെ. നമുക്ക് നല്ല തലകറക്കമൊക്കെ ആയിട്ടാണ് പോയത്. ഇവിടെ അന്നേരം പോരുന്നതന്നെ അത് പോരാനായിട്ട് പിന്നെ ബുക്ക് കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞത് നിങ്ങൾ പോന്നേ പൊക്കൂ, 5 രൂപ OP ടിക്കറ്റിൻ്റെ പൈസ അടച്ചിട്ട് പോകും. അന്നേരം വേറൊരു പേഷ്യൻ്റ് തന്നെ അകത്ത് പോയി പറഞ്ഞ്, അന്നേരം അകത്തുനിന്ന് അവരെല്ലാം കൂടെ വന്ന് അന്നേരം നോക്കി. OPയിലിരുന്നവരാണ് ഇത് പറഞ്ഞത്. പിന്നെ അവർ ലേഡി ഡോക്ടറെ നോക്കിയെന്നും പറഞ്ഞു. അല്ല, ഇഞ്ചക്ഷൻ എടുത്തു, മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെന്നുണ്ടെങ്കിൽ വേറെ കാണിക്കാനും പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. ഇത് ചെന്നപ്പോഴേ ഇതാ പറയുന്നത്. എന്നാൽ താമസിക്കുകയൊന്നും ചെയ്തില്ല. ഏതാണ്ട് ഒരു മണിയൊക്കെ ആയി കിടന്നു. 2 മണിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അന്നേരം വയ്യാതെ പോയി, തലകറക്കമായിട്ടാ പോയി. അവിടെ ഇങ്ങനെ നടക്കുക. അന്നേരം താമസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എത്ര നേരം ആവുമെന്ന് ചോദിച്ചപ്പോൾ 1.5 മണിക്കൂറാവും. വേറെ രോഗികൾ ഇരിപ്പുണ്ടായിരുന്നു. വേറെ അന്നേരം 2-3 പേര് ഇരിപ്പുണ്ടായിരുന്നു പറഞ്ഞു. അന്നേരം അതിനകത്തൊരു ഒരാളാണ് അകത്ത് പോയിട്ട് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നവർ. സാഹചര്യം പറഞ്ഞപ്പം പിന്നാണ് ഇറങ്ങി വന്നത്. അപ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുത്ത് നമ്മൾ അവിടെ ചെന്നില്ലേ? കുറച്ചു നേരം അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞ് അന്നേരം പോരാനൊരുങ്ങി. നമ്മൾ വേറെ പോയി നോക്കണ്ടേ, വേറെ പോയി നോക്കാൻ വേണ്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ വേറെ എവിടെയെങ്കിലും പോയിട്ടെ തലകറക്കം എന്തോന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ തൊട്ടടുത്താ, നമുക്ക് 1 കിലോമീറ്റർ പോലും ഇല്ല. പെരുമാറ്റം ഉണ്ടായപ്പോൾ നമുക്ക് വളരെ വിഷമം ഉണ്ടായി. അതൊരു വിഷമമായി. നമ്മളും ഇങ്ങനെ പഞ്ചായത്ത് വിളിച്ച് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞു. അല്ല, ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ 1.5 മണിക്കൂർ അല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാലേ നമ്മളന്നേരം ഇതില്ലല്ലോ, നമുക്ക് വേറെ പോകാമല്ലോ. നേരത്തെ സ്ഥിരമായിട്ട് അവിടെ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു.